അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഒരു അയൽവാസിയായിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. വിഷയം നിസ്കാരത്തിലെ സ്വഫ് ശരിയാക്കുന്നതിനെ കുറിച്ചാണ്. നിസ്കാരത്തിലെ സ്വഫ് ശരിയാക്കുക എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വഫ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു സ്ട്രക്ചറാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ ഒരു രൂപമാണ് സ്വഫായി നിൽക്കുന്നു, മുന്നിൽ ഒരാൾ ഇമാമ് നിൽക്കുന്നു എന്ന രീതി. ഇങ്ങനെ ഈ സ്വഫായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളുടെ മടമ്പുംകാലുകളും ചുമലുകളും ഒരുപോലെ നിർത്തിക്കൊണ്ടാണ്, പല അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ടാണ് ഞാൻ മടമ്പുംകാലെന്നും ചുമലുകളെന്നും പറഞ്ഞിരിക്കുന്നത്. സ്വഫുകൾ ശരിയാക്കി നിൽക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ജാഗ്രതയോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുവ്വു സുഫൂഫക്കും ഫഇന്ന തസ്ഫിയത സുഫൂഫി മിൻ തമാമി സ്വലാത്തി. ഇങ്ങനെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിസ്കാരത്തിന്റെ സ്വഫുകളെ ശരിയാക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് അതിന്റെ അർത്ഥം? സുവ്വു സുഫൂഫക്കും, നിങ്ങളുടെ സഫുകളെ നിങ്ങൾ ശരിക്ക് നിർത്തണം. ഫഇന്ന തസ്ഫിയത സുഫൂഫി, കാരണം സഫുകളെ സപ്പെടുത്തുക, ശരിയാക്കി നിർത്തുക എന്നത് മിൻ തമാമി സ്വലാത്തി, നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ നിസ്കാരത്തിന്റെ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ സഫുകളായി നിന്ന് നിസ്കരിക്കുന്ന ജമാഅത്തിന്റെ രീതിയിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആ സഫുകൾ ശരിയാക്കിയേ പറ്റൂ. അപ്പോഴേ അത് തമാമു സ്വലാത്ത് എന്ന പരിധിയിൽ വരികയുള്ളൂ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കൂടി നമുക്ക് വായിക്കാം. കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു മനാകിബനാ ഫി സ്വലാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ ചുമലുകളെ തടവുമായിരുന്നു നിസ്കാരത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമലുകളൊക്കെ വളരെ വൃത്തിയോടുകൂടി ഒരുപോലെ നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ഞങ്ങളെ അണിനിരത്തിയിരുന്നത് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ പ്രാധാന്യം കാണിക്കാത്ത ഒരു പ്രധാന കാര്യമാണ് ഈ സഫുകൾ ശരിയാക്കി നിൽക്കുക എന്ന്. ചിലരുടെ മടമുങ്കാൽ മുന്നോട്ടും പിന്നോട്ടും വെച്ച് നിൽക്കുന്നു, ചിലർ ഗ്യാപ്പ് വെച്ച് നിൽക്കുന്നു, ഇടയിൽ ഗ്യാപ്പ്. അതുപോലെ തന്നെ ഷോൾ കൊണ്ട് ശരിയാക്കാതെ നിൽക്കുന്നു. ഈ ഒരു തസ്ബിയത്ത് സുഫൂഫ്, സഫുകൾ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ മടമ്പുംകാല് ശരിയാക്കി നിർത്തണം, അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ ബാക്കിയുള്ള ഭാഗം ശരിയാവണ്ട എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല. നമ്മൾ നിൽക്കുന്നവരൊക്കെ എല്ലാം കൊണ്ടും നേരെ നിൽക്കുക എന്നതാണ്, ഒരുപോലെ അണിനിരക്കുക എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം. ഈ സഫുകളുടെ ഈ ഹലലുകൾ, ഈ ഭിന്നതകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ബാധിക്കുമെന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയങ്ങൾ തന്നെ ഭിന്നിച്ചു പോകും സഫുകളുടെ ഭിന്നത കൊണ്ട്. ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ആത്മീയ സത്യങ്ങളാണ്. ഇരുന്ന് നിസ്കരിക്കുന്നവർ അവരുടെ ചന്തിഭാഗം കൊണ്ടാണ് സഫിനെ ശരിപ്പെടുത്തേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് പഠിച്ച ഇൽമ് പ്രകാരം ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.